Hi friends, welcome to Shilu's kitchen. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കട്ട്ലേറ്റ് ആണ്. അതിന്റെ ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടാം. കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ പീസ് ഒരു 4-5 പീസ് ചിക്കൻ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഒരു വലിയ സ്പൂൺ മല്ലിപ്പൊടി, ഇത്രയാണ് ആവശ്യം. ഇത് ബ്രെഡ് ഇതുപോലെ നന്നായിട്ട് ഒരു 4-5 പീസ് ബ്രെഡ് നന്നായിട്ട് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ഇത് 2 കോഴിമുട്ട നന്നായിട്ട് കുറച്ച് ഉപ്പിട്ട് ബീറ്റ് ചെയ്തെടുത്തതാണ്. 2 വലിയ സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് എടുക്കുക. കുറച്ച് ആവശ്യത്തിന് മല്ലിയില, അതുപോലെ തന്നെ ചെറിയ പീസ് ജിഞ്ചർ ഇതുപോലെ നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കുക. 2 പച്ചമുളക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കുക. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു വലിയ ടേബിൾ സ്പൂൺ. ഇത് കുരുമുളകും അതുപോലെ തന്നെ നമ്മുടെ പെരുംജീരകം കൂടി നന്നായിട്ട് പൊടിച്ചെടുത്തൊരു വലിയ സ്പൂൺ ആവശ്യമുണ്ട്. കുക്കറിനകത്തേക്ക് നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ ചിക്കൻ റെഡിയാക്കി എടുക്കാം. ചിക്കനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കുക. ജിഞ്ചർ ഗാർലിക് പേസ്റ്റും അതുപോലെ തന്നെ നമ്മുടെ പെപ്പറും അതുപോലെ പെരുംജീരകവും കൂടി പൊടിച്ചതും അതൊരു പകുതി, ഫുൾ ഇടേണ്ട, പകുതി അതിനകത്തേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇത് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് കുക്ക് ചെയ്യാൻ ആവശ്യമായിട്ട് ഒരു ഇത്തിരി വെള്ളം നമുക്ക് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം ചേർത്തതിന് ശേഷം നമ്മൾ കുക്കറിൽ ഇതൊരു 2 വിസിൽ വരുന്നത് വരെ നമ്മളിത് കുക്ക് ചെയ്തെടുക്കണം. ഒരു 2 വിസിൽ വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി എടുക്കാവുന്നതാണ്. നമ്മൾ വേറൊരു അടുപ്പിൽ ഒരു പാൻ വെച്ചതിന് ശേഷം നമുക്ക് ഒരു പാൻ വെച്ചതിന് ശേഷം നമുക്ക് ഇതെല്ലാം ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. നമ്മുടെ ഉള്ളിൻ്റെ മിക്സ് അതിന് വേണ്ടിയിട്ട് നമ്മളൊരു വലിയ ടേബിൾ സ്പൂൺ, വലിയൊരു കരണ്ടി നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ് പാനിനകത്തേക്ക്. എന്നിട്ട് അത് ചൂടായതിന് ശേഷം നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ടിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കുകയാണ്. നല്ലതുപോലെ ഇത് വഴറ്റിയെടുക്കണം. സിമ്മിലിട്ടിട്ട് വേണം ഇത് വഴറ്റാൻ. ഗോൾഡൻ ബ്രൗൺ ഒന്നും ആവുമൊന്നും വേണ്ട. ഇത് കുറച്ചൊന്ന് നന്നായി ഒരു വഴന്ന് കിട്ടിയാൽ മതി. അതൊന്ന് വഴന്നതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് പച്ചമുളക്, ഇഞ്ചി, അതുപോലെ തന്നെ നമ്മുടെ മല്ലിയില ഇതെല്ലാം നമ്മൾ ചേർത്ത് നന്നായിട്ട് സോട്ട് ചെയ്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇത് നന്നായിട്ട് മൂത്തതിന് ശേഷം നല്ല പച്ചമണം മാറിയതിന് ശേഷം നമുക്കിത് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കണം. നമ്മുടെ കുക്കറിൽ 2 വിസിലിന് ശേഷം നമ്മുടെ ചിക്കൻ നല്ല രീതിക്ക് ബേക്കായിട്ട് കിട്ടിയിട്ടുണ്ട്, നല്ല രീതിക്ക് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബോൺസ് ഒക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് ചെറിയ പീസാക്കിയിട്ട് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് നമ്മളിതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അത് ബോൺസ് റിമൂവ് ചെയ്ത ചിക്കനാണ്. ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അത് നന്നായിട്ട് ക്രഷ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. നമ്മളിത് നമ്മുടെ മസാലയൊക്കെ ഇട്ട് വെച്ച മിക്സിനകത്തേക്ക് നമ്മളിത് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് എല്ലാം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നമ്മളിതിനകത്തേക്ക് അപ്പോൾ എന്തൊക്കെയാണ് ചേർത്തിട്ടുള്ളത്? നമ്മുടെ മല്ലിപ്പൊടി, നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള കുരുമുളക് പൊടിയും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും പെരുംജീരക പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലാമാണ് ചേർത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാൻ വേറൊരു പാത്രത്തിനകത്തേക്ക് മാറ്റിയതാണിത്. ഇതാണ് നമ്മുടെ കട്ട്ലേറ്റിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അത് നമുക്ക് വേണമെങ്കിൽ ഇതിനകത്തേക്ക് 2 വലിയ പൊട്ടറ്റോ നമുക്ക് ഇതിനകത്തേക്ക് വേണമെങ്കിൽ ഉടച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടി ഒരു നല്ല ഇതായിട്ട് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും. ഇത് ഞാനിപ്പോൾ അത് സ്കിപ്പ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇത് നമ്മുടെ മുട്ടയുടെ മിക്സിൻ്റെ അകത്ത് ഇത് മുക്കിയതിന് ശേഷം ബ്രെഡിൻ്റെ മിക്സിൽ മുക്കി നമ്മുടെ ചൂടായിട്ടുള്ള പാനിലെ ഓയിലിൻ്റെ അകത്തേക്ക് നമ്മളിത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇത് നമുക്ക് വേറെ രീതിയിൽ ചെയ്യാൻ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മുക്കി പൊരിച്ചെടുക്കുകയും ചെയ്യും. ഇത് ഷാലോ ഫ്രൈ ആണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഷാലോ ഫ്രൈ ചെയ്യുന്ന മെത്തേഡാണ്. ഇങ്ങനെയും ചെയ്യാം, ഇങ്ങനെ ചെയ്തും കുക്ക് ചെയ്യാം. അതിന് കുറച്ച് ഓയിലേ ആവശ്യമുള്ളൂ. അല്ലാതെ നല്ല ഡീപ്പ് ഫ്രൈ ആയിട്ടും നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്.
ഈ രീതിക്ക് നമുക്ക് നന്നായിട്ട് എണ്ണ മുക്കി പൊരിച്ചെടുക്കാനും പറ്റും. രണ്ട് രീതിയിൽ നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. വളരെ ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്യണം. ഇത് മോനാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവരും ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഞാൻ ഇനിയും റെസിപ്പീസ് ഇടുകയുള്ളൂ. അപ്പോൾ കീപ് സപ്പോർട്ടിങ്. താങ്ക്സ് ഫോർ വാച്ചിങ്.